മെയ് 25 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഡൽഹിയിൽ സ്വാതി മല്ലിവാൾ എംപിക്കെതിരെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA നടത്തിയ അതിക്രമം BJP പ്രചാരണ വിഷയമാക്കുകയാണ്. മലയാളികൾക്കിടയിലും ഈ വിഷയം പ്രചരണായുധമാക്കുമെന്ന് മഹിളാ മോർച്ച കേരള സംസ്ഥാന അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യൻ അമൃത വാർത്തകളോട് പറഞ്ഞു. ഡൽഹിയിൽ BJP സ്ഥാനാർത്ഥികൾക്കായി പ്രചരണത്തിനെത്തിയതായിരുന്നു നിവേദിത. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ മഹിളാ മോർച്ച കേരള സംസ്ഥാന അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യൻ അമൃത വാർത്തകൾക്കൊപ്പം ചേരുകയാണ്. എങ്ങനെ കാണുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം? ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആം ആദ്മി പാർട്ടി പറഞ്ഞിരുന്ന വാക്കുകളെല്ലാം തന്നെ തെറ്റാണെന്നും അവർ അധികാരത്തിന് വേണ്ടി ജനങ്ങളെ നുണ പറഞ്ഞ് പറ്റിച്ച് വഞ്ചിച്ച് അധികാരത്തിലേറിയതാണെന്നും ജനം തിരിച്ചറിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഈ ഡൽഹിയിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് എന്നുള്ളതുകൊണ്ട് വളരെയധികം പോസിറ്റീവായിട്ട് തന്നെയാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. ഡൽഹി വനിതാ കമ്മീഷന്റെ അധ്യക്ഷയും രാജ്യസഭാ അംഗമായ സ്വാതി മല്ലിവാൾ അരവിന്ദ് കെജ്രിവാളിന്റെ സഹായിയായ വിഭവ് കുമാറിനെ പരാതി നീക്കിക്കൊണ്ടിരിക്കുന്നത് അത് വലിയ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയാണ്. രാഷ്ട്രീയ അതൊക്കെ ഇവിടെ മലയാളി സ്ത്രീകൾക്കിടയിൽ പ്രചാരണമായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ അഴിമതിരഹിത ഭരണം മോഹിച്ച് വോട്ട് ചെയ്ത പലരുമുണ്ട്. നിയമസഭയിൽ അവരെ ജയിപ്പിക്കാൻ വേണ്ടി പ്രയത്നിച്ചവർ പലരുമുണ്ട്. ഇപ്പോൾ അവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്തിനെതിരെ എന്ന് പറഞ്ഞുവോ അതാണ് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാം തന്നെ ശക്തമായിട്ടുള്ള നിലപാട് ആം ആദ്മി പാർട്ടിക്കെതിരെ സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ അനുഭവം കൊണ്ട് നാം മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വിഷയം സ്ത്രീകൾക്ക് നേരെയുള്ള കയ്യേറ്റം എത്രയും നീചവും നിന്ദ്യവുമായിട്ടാണ് ഇവിടെ നടപ്പിലായി പോകുന്നത് എന്ന് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇത് ഒരു ഘടകം മാത്രമാണ്. അവരെ സംബന്ധിച്ച് നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമാണ് അവർ കളിക്കുന്നത്. അതിനായിട്ട് അവർ ഏതായുധവും ഉപയോഗിക്കും എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ അതിനെയെല്ലാം തരണം ചെയ്ത് രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒന്നിച്ചു നിന്ന് രാഷ്ട്രത്തിലെ വികസനം മാത്രം പറഞ്ഞുകൊണ്ട് ഒരു അഴിമതിയും നടത്താതെ മുന്നോട്ട് പോകുന്ന NDAക്കൊപ്പം നരേന്ദ്രമോദി സർക്കാരിനൊപ്പം വീണ്ടും നിൽക്കാൻ തന്നെയായിരിക്കും ഇവിടുത്തെ ഡൽഹി നിവാസികളും ആഗ്രഹിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ഡൽഹി നിവാസികൾ BJPക്കൊപ്പം നിൽക്കുമെന്നാണ് നിവേദിത സുബ്രഹ്മണ്യൻ പറയുന്നത്. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ കെനി ഗ്രേഷ്യസിനൊപ്പം അമൃത വാർത്തകൾക്ക് വേണ്ടി ആദർശ്.